കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു പടം റിലീസാവണിട്ടാ. ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ്. ആദ്യം തിരക്കുകളൊന്നും കാണാനില്ല. ആകെ 10-12 പേരുള്ളൂ. ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കണ്ടിട്ട് പറയാം. ഐ നോബഡി അതാണ് മൂവിയുടെ പേര് കേട്ടാ. 12 മണിയുടെ ഷോ ആണ് കേട്ടാ. എന്തായാലും കണ്ടിട്ട് പറയാം. മഴ മാറി നിൽക്കുന്നുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പം ഒന്ന് ഇറങ്ങിയതാ ജസ്റ്റ്. ഇവിടെ സിനിമാ തിയേറ്ററിൽ വന്നിരുന്നിട്ട് ഒരു കാപ്പി കുടിക്കുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെയാട്ടാ. അപ്പോൾ ദാ പടം തുടങ്ങിയിട്ടുണ്ട്, കൂടെ പോരാട്ടാ. ഹലോ. അപ്പോൾ പടം കണ്ടിറങ്ങിയിട്ടാ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടായത് ഒഴിച്ചാൽ ബാക്കി പടം ഓക്കെയാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. ബ്ലോക്ക് ബസ്റ്റർ ആവുന്നൊന്നും ഞാൻ പറയാനില്ല. പക്ഷെ പടം വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിന് മാത്രം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം. സോഷ്യൽ മീഡിയയിലെ പൊള്ളത്തരങ്ങളും മീഡിയകള്, അതായത് മാധ്യമങ്ങൾ ചെയ്യുന്ന, ഇന്നത്തെ കാലത്ത് കൂൺ പോലെ പൊട്ടിമുളച്ചിട്ടുള്ള മാധ്യമങ്ങൾ ചെയ്യുന്ന കള്ളത്തരങ്ങളും പറയുന്ന കള്ളത്തരങ്ങളും ഒരു സാധാരണക്കാരന്റെ വ്യക്തി ജീവിതത്തെ എങ്ങനെ താറുമാറാക്കുന്നു, എങ്ങനെ തകിടം മറിക്കുന്നു എന്നുള്ളത് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഐ നോബഡി എന്ന പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ നമ്മള് ആരുമല്ല, നമ്മൾ ആർക്കും ആരുമല്ല. അതായത് പൃഥ്വിരാജ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്റെ കാര്യം ആര് നോക്കുന്നുള്ളത്. സത്യമാണത്. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കിയേ പറ്റുള്ളൂ. ഒരു പേടിയും കൂടാതെ രാഷ്ട്രീയത്തിന്റെ ആയാലും മാധ്യമങ്ങളുടെ ആയാലും കള്ളത്തരങ്ങള് വെളിവാക്കുന്ന വിധത്തില് സമൂഹത്തില് സൊസൈറ്റിയിൽ നടക്കുന്ന കുറെ കള്ളത്തരങ്ങള്, അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ള കള്ളത്തരങ്ങള് ഒക്കെ പച്ചയ്ക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇപ്പൊ അനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തിരികെ കയറ്റി പടത്തിന്റെ ഒഴുക്കിനെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാം നോക്കിയിട്ട് പറയുകയാണെങ്കിൽ പടം നല്ല മൂവിയാണ്. ഇന്നത്തെ കാലത്ത് ആനുകാലിക പ്രസക്തിയുള്ള മൂവിയാണ്. ഒരു സാധാരണക്കാരനും ഒരു സൊസൈറ്റിയും തമ്മിലുള്ള യുദ്ധമാണ് കാണിക്കുന്നത്. അത് ഇന്നത്തെ ന്യൂ ജനറേഷൻ മുതല് വയസ്സുള്ളവർ വരെ ഒരാളുടെ വ്യക്തി ജീവിതത്തെ എത്രമാത്രം ഹറാസ് ചെയ്യുന്നു എന്നും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം അശോകന് നല്ലൊരു ക്യാരക്ടർ, പൃഥ്വിരാജൊക്കെ ക്യാരക്ടർ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ശ്രുതി കോപ്പിയൊക്കെ വരുന്ന സീനൊക്കെ ഉണ്ട്. എന്റെ അഭിപ്രായത്തില് ശ്രുതി കോപ്പിയൊക്കെ ഭയങ്കര റേഞ്ചുള്ള നടന. ആ ഇലവീഴ പൂഞ്ചിറൊക്കെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവല് ഫിലിമാണ്. പക്ഷെ ആൾക്കൊന്നും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല. ഇതിലും വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികളും വളരെ നന്നായിട്ട് ചെയ്തു. പടം കാണാൻ പോകുന്ന സമയത്ത് പടത്തിനെ കുറിച്ച് യാതൊരു മുൻവിധികളും ഇല്ലാതെ ജസ്റ്റ് ഒരു പടം കാണാൻ പോവുക എന്നുള്ള രീതിയിൽ മാത്രം പോവുക. അങ്ങനെ ഒരു മുൻവിധിയെ ഇല്ലാതെ പോകുന്ന ഒരു വ്യക്തിക്ക് അത് കണ്ടിറങ്ങുമ്പോൾ പടം തൃപ്തികരമായി തന്നെ തോന്നും. അപ്പൊ ഒന്ന് കണ്ടു നോക്കിക്കോ. അതുപോലെ ഇതിൽ ഒരു മാധ്യമത്തിന്റെ പേര് മാറ്റിയിട്ട് വേറൊരു പേരിട്ട് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. അത് നന്നായിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ധൈര്യമായിട്ട് പോയിട്ട് കണ്ടോളൂ. 10ൽ ഒരു 8 മാർക്ക് കൊടുക്കാട്ടാ. ഓക്കെ.